7499 മുതൽ നിങ്ങൾക്ക് ലാവ യുവ സ്റ്റാർ 3 സ്വന്തമാക്കാം. യൂണിസോക്ക് ചിപ്സെറ്റ്, 6.75 ഇഞ്ച് HD+ ഡിസ്പ്ലേ, 4 GB റാം, അതിലേറെയും പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. യുവ സ്റ്റാർ 3 ആദ്യമായി ഉപയോഗിക്കുന്നവർക്കായി രൂപകൽപ്പന ചെയ്തതാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ആഭ്യന്തര സ്മാർട്ട്ഫോൺ നിർമ്മാതാവിൽ നിന്നുള്ള എൻട്രി ലെവൽ ഓഫറായി ലാവ യുവ സ്റ്റാർ 3 ഇന്ത്യയിൽ ഔദ്യോഗികമായി പുറത്തിറക്കി. 10,000 രൂപയ്ക്ക് താഴെയുള്ള സെഗ്മെന്റിലാണ് ഹാൻഡ്സെറ്റ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഐഡൽ A100, AI+ നോവ, ടെക്നോ സ്പാർക്ക് ഗോ 3 തുടങ്ങിയവയുമായി മത്സരിക്കുന്നു. ഒക്ടാ കോർ ചിപ്സെറ്റ്, ഡ്യുവൽ ക്യാമറകൾ, IP റേറ്റിംഗ്, ക്ലട്ടർ ഫ്രീ UI തുടങ്ങിയ സവിശേഷതകളോടെ ആദ്യമായി സ്മാർട്ട്ഫോൺ ഉപയോഗിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ലാവ യുവ സ്റ്റാർ 3. എൻട്രി ലെവൽ സ്പെസിഫിക്കേഷനുകൾ. ലാവ യുവ സ്റ്റാർ 3 ആൻഡ്രോയിഡ് 15 ഗോ പതിപ്പിൽ പ്രവർത്തിക്കുന്നു. ബ്രോഡ്വെയർ ഇല്ലാതെ തന്നെ വൃത്തിയുള്ളതും സുഗമവും ക്ലട്ടർ ഫ്രീയുമായ അനുഭവം ഇത് നൽകുമെന്ന് പറയപ്പെടുന്നു. ഇത് ഈ വില ശ്രേണിയിൽ അപൂർവമാണ്. ഫ്ലാറ്റ് അരികുകളും സ്ക്വാറിഷ് ക്യാമറ ഡെക്കോയുമുള്ള ഹാൻഡ്സെറ്റിന്റെ ഡിസൈൻ ലാവ ബോൾഡ് N1 സമാനമാണ്. എന്നിരുന്നാലും IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉള്ള ലാവ യുവ സ്റ്റാർ 3 അതിന്റെ മൂത്ത സഹോദരനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ടു പോയി. മുൻവശത്ത് 6.75 ഇഞ്ച് ഡിസ്പ്ലേ, ഒരുപക്ഷെ ഒരു LCD പാനൽ, HD+ റെസല്യൂഷനും സുഗമമായ സ്ക്രോളിംഗിനായി 90 Hz റിഫ്രഷ് റേറ്റും വാഗ്ദാനം ചെയ്യുന്നു. 2.5D കർവ്ഡ് ഗ്ലാസും ഉയരമുള്ള അനുപാതം 20:9 വീക്ഷണാനുപാതവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മീഡിയ ഉപഭോഗത്തിനും ദൈനംദിന ബ്രൗസിംഗിനും സുഖകരമാക്കും. ശ്രദ്ധേയമായ ബെസലുകളുടെയും വാട്ടർ ഡ്രോപ്പ് നോച്ചിന്റെയും സാന്നിധ്യം ഇതിന് അല്പം കാലഹരണപ്പെട്ട രൂപം നൽകിയേക്കാം. എന്നാൽ മൊത്തത്തിലുള്ള സജ്ജീകരണം ഈ വിലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനോട് യോജിക്കുന്നു. ലാവ യുവ സ്റ്റാർ 3 4 GB റാമും 64 GB സ്റ്റോറേജും 256 GB വരെ മെമ്മറി ഉൾക്കൊള്ളുന്ന ഒരു യൂണിസോക്ക് SC9863A ഒക്ടാ കോർ SoCയെ മികച്ചതാക്കുന്നു. ഫോണിന്റെ ഒരു ഭാഗം സ്റ്റോറേജ് ഉപയോഗിച്ച് റാം 8 GB വരെ വെർച്വലായി വികസിപ്പിക്കാൻ കഴിയും. ബോൾഡ് N1 പവർ നൽകിയ അതേ ചിപ്സെറ്റാണിത്. അത് അന്ന് ഏറ്റവും ശക്തമായിരുന്നില്ല, ഇപ്പോൾ അത് ഉണ്ടാകില്ല. പുതിയ ലാവ സ്മാർട്ട്ഫോൺ അടിസ്ഥാന ഉപയോഗത്തിന് മാത്രമേ നല്ലതായിരിക്കൂ എന്ന് പ്രതീക്ഷിക്കുക. മാത്രമല്ല SoCയിൽ 5G മോഡും ഇല്ലാത്തതിനാൽ ഫോൺ 4G പിന്തുണയോടെയാണ് വരുന്നത്. ഇത് 10,000 രൂപയിൽ താഴെയുള്ള വിഭാഗത്തിൽ അസാധാരണമല്ല. ഓപ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ലാവ യുവ സ്റ്റാർ 3യിൽ 13 MP പിൻ ക്യാമറയും സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി 5 MP ഫ്രണ്ട് ഫേസിംഗ് ഷൂട്ടറും സജ്ജീകരിച്ചിരിക്കുന്നു. ഹാർഡ്വെയർ മിതമാണെങ്കിലും എൻട്രി ലെവൽ സെഗ്മെന്റിലെ പ്രതീക്ഷകളുമായി ഇത് പൊരുത്തപ്പെടുന്നു. 10 വാട്ട് ചാർജിംഗിനുള്ള പിന്തുണയുള്ള 5000 mAh ബാറ്ററിയാണ് ഈ ഉപകരണത്തിലുള്ളത്. ഒറ്റ ചാർജിൽ 340 മണിക്കൂർ സ്റ്റാൻഡ് ബൈ സമയവും ഏകദേശം 615 മിനിറ്റ് യൂട്യൂബ് പ്ലേബാക്കും 30 മണിക്കൂർ ടോക്ക് ടൈമും നൽകാൻ ഇതിന് കഴിയുമെന്ന് ലാവ അവകാശപ്പെടുന്നു. 0 മുതൽ 100% വരെ പൂർണ്ണമായി റീചാർജ് ചെയ്യാൻ ഏകദേശം 185 മിനിറ്റ് എടുക്കുമെന്ന് പറയപ്പെടുന്നു. ലാവ യുവ സ്റ്റാർ 3യുടെ ഇന്ത്യയിലെ വില 7499 രൂപയാണ്. ഇൻഡസ് ബ്ലാക്ക്, സിയാച്ചിൻ വൈറ്റ് എന്നീ 2 നിറങ്ങളിൽ ഇത് ലഭ്യമാകും. മാർച്ച് മുതൽ രാജ്യവ്യാപകമായി എല്ലാ റീറ്റെയിൽ സ്റ്റോറുകളിലും വിൽപ്പനയ്ക്കെത്തും. ഇന്ത്യയിലുടനീളം സൗജന്യ ഹോം സർവീസിനൊപ്പം ഉപകരണത്തിന് 1 വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടിയും ഉണ്ടായിരിക്കും.